ഏറ്റവും പ്രധാനപ്പെട്ട എന്തോ നിർണായകമായ വിവരം സരീഷ് നൽകുന്നുണ്ട്. സരീഷ് പറയാം. ഈ വാഹനം അർജുൻ്റേതാണെന്ന് സ്ഥിരീകരണം വന്നിരിക്കുന്നു. ജില്ലാ പോലീസ് മേധാവിയാണ് ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അങ്ങനെ 9ാം നാൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ലോറി ഈ ലോറി അർജുൻ്റേതാണെന്ന സ്ഥിരീകരണം ഔദ്യോഗികമായി SP തന്നെ നൽകിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹവുമായി മാധ്യമങ്ങൾ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട വിവരം ചിരൂരിൽ കാണാതായ അർജുന്റെ വാഹനം കണ്ടെത്തിയിരിക്കുന്നു. 9 ദിവസം നീണ്ട വലിയ തിരച്ചിലിനൊടുവിൽ അർജുന്റെ ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നു എന്ന ഏറ്റവും നിർണായക വിവരമാണ് ഈ മണിക്കൂറിൽ പുറത്തു വന്നിരിക്കുന്നത്. ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നു കർണാടക ഭരണകൂടം. നേരത്തെ തന്നെ മന്ത്രി സ്ഥിരീകരിച്ചിരിക്കുന്നു. ട്രക്കിന്റേതെന്ന ഒരു ഭാഗം കണ്ടെത്തിയതായി സ്ഥിരീകരിച്ചു. ഇപ്പോഴത്തെ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വരുന്നു. മണ്ണിനടിയിൽ കണ്ടെത്തിയ ആ ലോഹഭാഗം അത് അർജുന്റെ ട്രക്ക് തന്നെ എന്നുള്ള കൃത്യമായ സ്ഥിരീകരണത്തിലേക്ക് എത്തിയിരിക്കുന്നു അധികൃതർ. സരീഷ് തുടരാം. നിലവിൽ ഈ ഭൂമിക്കടിയിലുള്ളത് അല്ലെങ്കിൽ മണ്ണിനടിയിലുള്ളത് അർജുൻ്റെ വാഹനമാണ് എന്ന് സ്ഥിരീകരിക്കുന്നു. ബൂമർ ഉപയോഗിച്ച് മണ്ണ് നീക്കി പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നും ഔദ്യോഗികമായി തന്നെ ജില്ലാ പോലീസ് മേധാവി സ്ഥിരീകരിക്കുകയാണ്. അങ്ങനെ 9 ദിവസത്തിന് ശേഷം മലയാളിയായ കോഴിക്കോടുകാരനായ അർജുൻ്റെ വാഹനം ഈ മണ്ണിനടിയിൽ കണ്ടെത്തിയിരിക്കുന്നു. എന്താണോ സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്ന് കൃത്യമായി ജില്ലാ ഭരണകൂടം പറഞ്ഞത് അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. ഇടതുഭാഗത്ത് പാർക്ക് ചെയ്തിരുന്ന അദ്ദേഹത്തിൻ്റെ വാഹനം ഈ മണ്ണിനോടൊപ്പം തന്നെ വലതുഭാഗത്തേക്ക് മാറുകയും ആ കുഴിയിലേക്ക് പോവുകയും ചെയ്തു എന്നായിരുന്നു ആദ്യഘട്ടത്തിലുള്ള നിഗമനം. അത് തന്നെ സ്ഥിരീകരിക്കപ്പെടുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഔദ്യോഗികമായി ഇവർ പറയുന്നത് ഈ വാഹനത്തിൻ്റെ ചില ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ വാഹനത്തിന്റെ ചില ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് അർജുന്റെ വാഹനം തന്നെയാണ്. അർജുന്റെ ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നു എന്ന ഏറ്റവും നിർണായകമായ വിവരം ആദ്യം പുറത്തുവിടുകയാണ് ന്യൂസ് മലയാളം 24/7. അർജുന്റെ വാഹനം മണ്ണിനുള്ളിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്ന സ്ഥിരീകരണത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കർണാടക അധികൃതർ. എന്താണെങ്കിലും 9 ദിവസം നീണ്ട വലിയ തിരച്ചിലിനൊടുവിൽ ഇതാ അർജുന്റെ വാഹനം മണ്ണിനടിയിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നു. ഏറ്റവും നിർണായകമായ വിവരം, ഏറ്റവും പുതിയ വിവരം പ്രേക്ഷകരിലേക്ക് എത്തുകയാണ് ന്യൂസ് മലയാളം. ഈ മണിക്കൂറിൽ അർജുന്റെ വാഹനം മണ്ണിനടിയിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നു. ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിരിക്കുന്നു അധികൃതർ. ഇവിടെ തിരച്ചിൽ ഇക്കാര്യത്തിൽ പുരോഗമിക്കുകയാണ്.